ഇതെങ്ങനെയുണ്ടമ്മേ? ഉണ്ട്. ഓ, എടുപ്പതുണ്ടല്ലോ ഇത്. തങ്ക വന്നോടാ? അല്ലല്ലോ, ഒരു നിറ വ്യത്യാസം. ഞാനൊന്ന് വെളിച്ചത്ത് കൊണ്ടുപോയി നോക്കട്ടെ. തങ്കം പോലൊക്കെ ഇരിക്കുന്നു. ഇത് കണ്ടോടെ വിലാസിനി? ഉണ്ണി എനിക്കായിട്ട് കൊണ്ടുവന്നതാ. 14 കാരറ്റേ ഉള്ളൂ എന്ന് വെച്ച് അവൻ കൊണ്ടുവരുമ്പോ അങ്ങനെ വല്ലോ നോക്കാനുണ്ടോ? നോട്ടേമേ, നല്ല പാറ്റേണാ. സാരമില്ല, അമ്മ എടുത്തോട്ടെ. $5 കാണാനുണ്ടല്ലോ. ആ മടിയമ്മത്തായി എന്നെ പറ്റിച്ചത്. എന്താ? എന്താ കുഞ്ഞേ? ഈ കുഞ്ഞിന്റെ ഒരു കാര്യം എന്താടി? ഇനി മാറിയിട്ടില്ല. ഞാനും പേടിച്ചു പോയി.
ഉണ്ണി. ഉണ്ണിയായിരുന്നോ? എന്താ പുറത്ത്? ഉറക്കം വന്നില്ല അപ്പച്ചമ്മ. രാഘവട്ടം ഉറങ്ങില്ലേ? ഉറങ്ങി ഉറക്കം സുഖമായിട്ട് ഉറങ്ങി. ഞാനേ ഒരു കഷായം കുടിക്കുന്നുണ്ട്. ഈ മൂത്രത്തിലെ കല്ലില്ലേ, അത് അലിയിച്ച് കളയാനുള്ളതാ. നാണുവൈദ്യരുടെ കുറിപ്പടിയാ, ബഹുകേമം. കേട്ടോ ഉണ്ണിയേ, ഈ കഷായത്തിന്റെ ഒരു പ്രത്യേകതയാ മൂത്രശങ്ക. രാത്രി ഒരു 3-4 തവണ ഒരു കുടം ഉണ്ടാവും പോവാൻ. ഔഷധ ഗുണമുള്ള മൂത്രമാ. കുളിമുറിയിൽ ഒഴിച്ചാൽ വെറുതെ പോവും. ഇവിടെ ആകുമ്പോ ഒരു വളവുമായി. എങ്ങനെ ഇതങ്ങോട്ട് പോയി കഴിഞ്ഞാ പിന്നെ ഭയങ്കര ആശ്വാസം. ഇനിയിപ്പോ സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാലോ. അതല്ലേ പ്രശ്നം. ഇത് കഴിഞ്ഞാ പിന്നെ കൊറേ നേരം കാറ്റും കൊണ്ടിങ്ങനെ നടക്കണം. പിന്നെ വെളുപ്പാങ്കാലത്ത് എങ്ങാനും ഒരു ഉറക്കം കിട്ടിയെങ്കിലായി. ഏതായാലും ഉണ്ണിക്ക് ഉറക്കം വരുന്നില്ലല്ലോ. നമുക്ക് പറഞ്ഞോണ്ട് നടക്കാം. അതല്ലോ അമേരിക്കയിൽ നിന്ന് വന്നിട്ട് നമുക്ക് സമാധാനമായിട്ടൊന്ന് കാണാനും പറ്റില്ല. ഞാനെന്ന് തമാശക്ക് എടുത്തെങ്കിലും ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. ലൈസൻസ് ഉണ്ട്, അവിടെങ്ങാനും കടന്നു കൂടിയാൽ വല്ല പണി ഒപ്പിക്കാവോ? എത്ര കാലമാണ് വരുന്നുണ്ട്. മാളൂട്ടി, ഈ മുൻവശത്തെ കഥ അങ്ങ് അടച്ചേക്ക് കേട്ടോ. കുഞ്ഞു വരാം. രാജി വാ. നോക്കി നിൽക്കാതെ അങ്ങോട്ട് കേറ്. നേരെ ഒരുപാടായി. വിഘ്നേശ്വര, എന്റെ മോന് ഒരേ ആപത്തും വരുത്തരുതേ. ഇവൻ 6 മാസം പ്രായമുള്ളപ്പോ ഇവന്റെ അച്ഛൻ മരിച്ചതാ. അന്ന് മുതല് കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് നോക്കി നോക്കിയാ ഞാൻ ഇവനെ വളർത്തിയ. മോളെ, അച്ഛനെ നല്ലോണം ഉരുട്ട് മോളെ, ഉരുട്ട് മോളെ. എന്റെ ദീർഘായുസിന് വേണ്ടി മോനെ അമേരിക്ക വെച്ച് നേർന്നതാ. ഇവന് ഞാനെന്ന് വെച്ചാ അങ്ങ് ജീവനാ. ദീർഘായുസിന് വേണ്ടിയൊന്നുമല്ല, അമ്മയ്ക്ക് നല്ല ബുദ്ധി തോന്നാൻ വേണ്ടിട്ടാ. ചോദിച്ചില്ല. ആ, അച്ഛനെ ഉരുട്ട് മോളെ. നാരായണ. മേല് വേദനിക്കുന്നുണ്ടല്ലേ? ആ, നല്ലോണം കടാക്ഷിക്കട്ടെ.